ഈ മണിക്കൂറിലെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട് ലോകം ഉറ്റുനോക്കുന്നത് എന്താണ്, ഇന്ത്യ ഉറ്റുനോക്കുന്നത് എന്താണ്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ സർവേ. ഫോറം പുറത്തിറക്കിയ ചീഫ് എക്കണോമിസ്റ്റിക് ഔട്ട്ലുക്കിലാണ് സാമ്പത്തിക വിദഗ്ധർ ഈ വർഷം മാന്ദ്യം പ്രവചിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും ധനകാര്യ നിയന്ത്രണങ്ങൾക്ക് തുടക്കമിടുമെന്ന വിവരങ്ങൾക്ക് പിന്നാലെയാണ് ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എന്ന് ആഗോള വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇക്കണോമിക് ഫോറത്തിന്റെ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം വിദഗ്ധരും സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാഹചര്യമാണ് മുൻകൂട്ടി കാണുന്നത്. സെന്റർ ഫോർ ദ ന്യൂ എക്കോണമി ആൻഡ് സൊസൈറ്റിയുടെ ചീഫ് എക്കണോമിസ്റ്റ്സ് ഔട്ട്ലുക്കിന്റെ ജനുവരി ലക്കത്തിലാണ് പഠനം പുറത്തുവന്നിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 2/3 ധനകാര്യ വിദഗ്ധരും ഈ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 18% സാമ്പത്തിക വിദഗ്ധരും മാന്ദ്യത്തിനുള്ള കനത്ത സാധ്യതയാണ് കണക്കുകൂട്ടുന്നത്. ഈ വർഷം യൂറോപ്പിലും അമേരിക്കയിലും വളർച്ചാ നിരക്ക് കുറയുമെന്നാണ് ആശങ്ക. മാന്ദ്യം കുറയ്ക്കാൻ സംരംഭകർ ചെലവ് ചുരുക്കലിലേക്കും തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നതുപോലുള്ള നടപടികളിലേക്കും നീങ്ങുമെന്ന് പഠനം മുൻകൂട്ടി കാണുന്നു. കഴിഞ്ഞ മാസമാണ് എക്കണോമിക് ഫോറം സർവേ നടത്തിയത്. നിലവിലെ സാമ്പത്തിക സാഹചര്യം പരിശോധിക്കുന്നതിനും പുതിയ ധനകാര്യ സാധ്യതകൾ ആരായുന്നതിനും വേണ്ടിയായിരുന്നു സർവേ. സാമ്പത്തിക നയരൂപീകരണത്തിന് തയ്യാറെടുക്കുന്നവർക്കും വ്യാവസായിക പദ്ധതി ആവിഷ്കരിക്കുന്നവർക്കും മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോറം പഠനം നടത്തിയത്. ധനതത്വ ആസൂത്രണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിൽ ആഗോള വിദഗ്ധരുടെ ഈ നിലപാട് നിർണായകമാവുകയാണ്. അന്താരാഷ്ട്ര നയതന്ത്ര പ്രതിസന്ധികളും യുദ്ധവും ചില മേഖലകളിലെ സംഘർഷാവസ്ഥയും ആഗോള സാമ്പത്തിക മേഖലയിൽ ചെറുതല്ലാത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. മാന്ദ്യം സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് വഴിവെക്കും. എന്നാൽ മാന്ദ്യത്തിന് കാര്യമായി സാധ്യത ഇല്ല എന്ന് കരുതുന്ന സാമ്പത്തിക വിദഗ്ധരും ഉണ്ട്. ലോക എക്കണോമിക് ഫോറത്തിന്റെ സർവേയിൽ പങ്കെടുത്ത ചെറിയ ഒരു വിഭാഗം ധനതത്വ വിദഗ്ധർ മാത്രമേ മാന്ദ്യത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നുള്ളൂ. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മറ്റ് സാമ്പത്തിക വിദഗ്ധരിലേക്ക് കടക്കുന്നതിന് മുൻപ് മനു, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 1/3, അതായത് 1/3 കടന്നു പോകുക കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലൂടെ ആയിരിക്കുമെന്ന് തന്നെയാണല്ലോ ആദ്യ പ്രവചനങ്ങൾ. അത് തന്നെ വേറെ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കുമെന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകൾ ലോകവ്യാപകമായി നടക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഫോറം പുറത്തുവിടുന്ന സർവേ പ്രകാരം അത് ഏത് രീതിയിലാണ് അക്കമിട്ട് പറയുന്നത്? ഓരോ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ, ഇന്ത്യയെ അടക്കം ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു? അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മേധാവിയും സമാനമായ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചിരുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നടത്തിയ പഠനത്തിൽ ലോകത്തിലെ 1/3 രാജ്യങ്ങളിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും എന്ന ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറവും സമാനമായ ഒരു പഠനം പുറത്തുവിടുന്നത്. ചീഫ് എക്കണോമിക്സ് ഔട്ട്ലുക്കിൽ വന്നിരിക്കുന്ന ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് യൂറോപ്പും അമേരിക്കയും വലിയ തോതിൽ പ്രതിസന്ധിയിലാകും എന്നതാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെ വളർച്ചാ നിരക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. വളർച്ചാ നിരക്ക് യൂറോപ്പിലും അമേരിക്കയിലും കുറയും എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം സാമ്പത്തിക വിദഗ്ധരാകട്ടെ അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ഇത് വലിയ തോതിൽ ബാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ കേരളത്തെ ഏത് തരത്തിലായിരിക്കും ഇത് ബാധിക്കുക എന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. കൃഷിയെ വളരെ പ്രധാനമായി ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ഒരുപക്ഷെ ഇത് വലിയ തോതിൽ ബാധിക്കില്ലായിരിക്കാം. പക്ഷേ കേരളം പോലൊരു ഉപഭോഗ സംസ്ഥാനത്തിൽ ഫോറിൻ റെമിറ്റൻസ് കുറയുന്നൊരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ വിദേശത്തും പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ജോലി ചെയ്ത് ഇങ്ങോട്ടേക്ക് പണം അയക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ പണത്തിൻ്റെ ഒരു വരവ് കുറഞ്ഞിട്ടുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. മുമ്പ് കേരളത്തിലേക്ക് പണം അയച്ചവർ ഇപ്പോൾ വിദേശത്ത് തന്നെ സെറ്റിൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് വീണ്ടും തൊഴിലവസരങ്ങൾ കുറയുന്നത് വലിയ തോതിൽ കേരളത്തെ ബാധിച്ചേക്കാം എന്ന ആശങ്ക ഉയരുന്നു. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ മേഖലയിൽ ഡൗൺ സൈസിങ് ഒരു വലിയ പ്രശ്നത്തിന് വഴിവെച്ചേക്കും. കാരണം ഈ ഉത്പാദന ചെലവ് കുറയ്ക്കാൻ സ്ഥാപനങ്ങൾ ഡൗൺ സൈസിങ്ങിലേക്ക് നീങ്ങിയേക്കും. അങ്ങനെയെങ്കിൽ വലിയ വിഭാഗം ആളുകൾക്ക് തൊഴിൽ നഷ്ടമാകും. ഉൽപാദന ചെലവ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും സംരംഭകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് എല്ലാം തന്നെ വിപണിയെ പല തലത്തിൽ ബാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ പണപ്പെരുപ്പവും വിലക്കയറ്റവും
ലോകത്തെ ഈ മാന്ദ്യത്തിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എക്കോണമി ഒരു റഫ് വെതറിലൂടെ, ഒരു റഫ് ടെറൈനിലൂടെ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ഈ വേൾഡ് എക്കോണമിക് ഫോറത്തിൻ്റെ സർവേ നൽകുന്നത്. 22ഓളം ധനതത്വ ശാസ്ത്രജ്ഞന്മാർ, അതിൽ ഭൂരിഭാഗം പേർ ഈ അഭിപ്രായം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ കയറ്റുമതിയിൽ ചെറിയ ഇടിവ് ഉണ്ടായിരുന്നു. ഒരു മാന്ദ്യം മുൻകൂട്ടി കണ്ട് ആശങ്കപ്പെട്ട മറ്റു രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ കുറവ് വന്നതിനെ തുടർന്ന് കയറ്റുമതി വല്ലാതെ ബാധിക്കപ്പെട്ടിരുന്നു. അത് എത്തരത്തിൽ തുടരും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കേരളത്തെ പ്രത്യേകിച്ച് ഈ മാന്ദ്യം എങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ വന്നാൽ ഈ മേഖലയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഒരു പുതിയ സാമ്പത്തിക ഉണർവ് വരും എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു മാന്ദ്യം വരുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് പ്രവചിക്കാനാകില്ല. അത് കുറെ കൂടി മാന്ദ്യം ബാധിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ വ്യക്തമാവുകയും ഉള്ളൂ. മനു നേരത്തെ പറഞ്ഞ ആ ഒരു കണക്കിലേക്ക് ഞാൻ പാനലിസ്റ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ US-ലാണെങ്കിലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും സാമ്പത്തിക മാന്ദ്യം മോശമായിട്ടാണ് റിസഷന്റെ പിടിയിലാണ് പെടുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ തോതിൽ ഉയരുന്ന മൈഗ്രേഷനുണ്ട്, തൊഴിൽ തേടിയുള്ള കുടിയേറ്റം എല്ലാം ഉണ്ട്. നേരത്തെ മനു പറഞ്ഞ ആ ഒരു കണക്ക് തന്നെ അത് കേരളത്തെ ആയിരിക്കും മോശമായിട്ട് ബാധിക്കുക എന്നുള്ളതിൽ തർക്കമില്ല. ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഒരു പക്ഷേ വലിയ രീതിയിൽ മാന്ദ്യം ബാധിക്കുകയില്ല എന്ന് പറയുമ്പോഴും കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന രീതിയിൽ കേരളത്തിന് മോശമായിട്ടുള്ള ചില ഘടകങ്ങൾ അതിനകത്തുണ്ട്, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ എന്നുള്ളത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായും. കാരണം കേരളം വർക്ക് ഫോഴ്സിനെ കൂടുതലായും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലുമൊക്കെ കേരളത്തിൻ്റെ വർക്ക് ഫോഴ്സ്, പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സ് വലിയ തോതിൽ ഡിപ്ലോയിഡാണ്. അപ്പോൾ ഇത്തരം അവരുടെ തൊഴിൽ നഷ്ടമാകുന്നത് അല്ലെങ്കിൽ വരുമാനം കുറയുന്നത്, അവരുടെ സാലറികളിൽ കട്ട്സ് ഉണ്ടാകുന്നത്, പെർക്സൽ കട്ട്സ് ഉണ്ടാകുന്നത് എല്ലാം ബാധിക്കാൻ പോകുന്നത് കേരളത്തിലേക്ക് വരുന്ന ഫോറിൻ റെമിറ്റൻസിനെ ആയിരിക്കും. അത് എത്തരത്തിൽ ആണ് ഈ എക്കോണമിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നത് നമുക്ക് നേരത്തെ കൂട്ടി പറയാൻ കഴിയില്ല. പക്ഷേ സ്വാഭാവികമായും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് നമ്മുടെ സപ്ലൈ കുറയ്ക്കും. കാരണം ഡിമാൻഡിൻ്റെ ഒരു കുറവുണ്ടാകും. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ സപ്ലൈയിൽ കുറവുണ്ടാകും. അത് കേരളത്തിന് അകത്തുള്ള വിപണിയെയും ഇത് ബാധിക്കും എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. അതേപോലെ തന്നെ ഈ വർക്ക് ഫോഴ്സ് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മികവ് തെളിയിച്ച് പുറത്തു കടന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കളെ ഇത് ഏതു തരത്തിൽ ബാധിക്കും എന്നതാണ് ഒരു ആശങ്കയ്ക്ക് കേരളത്തിന് മുന്നിലുള്ള ഒരു വലിയ പ്രശ്നം. ഏതായാലും ഈ ലേബർ മാർക്കറ്റിലുള്ള ഒരു റെസിലിയൻസ്, ഈ മാന്ദ്യം എങ്ങനെ കൈകാര്യം കേരളം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് കൂടി ആയിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുക. ഈ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഒരു സെക്ടറിൽ ആണ് കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ കരുത്തായി നിൽക്കുന്നത്. അവർക്ക് ഈ സാലറി കൊടുക്കാനും മറ്റുമൊക്കെയായുള്ള നികുതി വരുമാനം ഏത് തരത്തിൽ വർദ്ധിക്കും എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. നികുതി വരുമാനം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധിക്ക് വഴിവെക്കും. അതുകൊണ്ടൊക്കെ തന്നെ കേരളം വലിയ ആശങ്കയോടുകൂടി വേണം ഇതിനെ കാണാൻ. പക്ഷേ അതേസമയം തന്നെ കൂടുതൽ ഉൽപാദന മേഖലയിലേക്ക് കടക്കാൻ ഒരുപക്ഷെ രാജ്യത്തിന് ഇത് സഹായമായേക്കും എന്ന് കരുതുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ യൂറോപ്പിൽ, അമേരിക്കയിൽ വലിയ തോതിൽ അവിടെ നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ഔട്ട്സോഴ്സിംഗ് ബിസിനസ്സുകൾക്ക് കുറെ കൂടെ മുൻതൂക്കം ലഭിക്കും. മാത്രവുമല്ല ഈ സാലറി കട്ടുകൾ വരുമ്പോൾ കൂടുതൽ തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്നുള്ള ലേബർ ഫോഴ്സിന് ഒരുപക്ഷെ അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. നേറ്റീവായിട്ടുള്ള യൂറോപ്പിലോ അമേരിക്കയിലോ ഉള്ള ആളുകളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ചില മുൻതൂക്കങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷേ നമുക്കൊരു വലിയ റിസഷൻ ലോകത്തെ ആകമാനം ത്രസിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചില ചെറിയ ഫാക്ടേഴ്സ് എടുത്തു വെച്ചുകൊണ്ട് മാത്രം നമുക്കത് കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ ഏതായാലും അഗ്രികൾച്ചറിൽ വലിയ ത്രസ്റ്റുള്ള ഇന്ത്യയെ പോലുള്ള എക്കോണമികൾക്ക് ഈ ഏത് മാന്ദ്യത്തെയും അതിജീവിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്ക്. റൈറ്റ് മനു ഭരത് വിവരങ്ങൾ, വിശകലനങ്ങൾ നൽകിയത്.